السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين. الرحمن الرحيم مالك يوم الدين. والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين. ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ അസീസ് എന്ന നാമമാണ്. അല്ലാഹുവിൻ്റെ അത്യുത്തമമായ മറ്റൊരു നാമമാണ് അൽ അസീസ്. വിശുദ്ധ ഖുർആനിൽ 97 തവണ അൽ അസീസ് എന്ന നാമം അള്ളാഹുവിന് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പ്രസ്തുത നാമം വിശാലമായ ഒരു ആശയവും മഹത്തായ തേട്ടവുമാണ് അള്ളാഹുവിനെ സ്ഥിരീകരിക്കുന്നത്. എന്താണ് അൽ അസീസ് എന്ന നാമം അർത്ഥമാക്കുന്നത്? അൽ അസീസ് എന്ന നാമം അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതാപമാണ്. ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനാകുന്നു അള്ളാഹു. അള്ളാഹു അതിശക്തനാണെന്നും ഏവരെയും അതിജയിച്ച് നിൽക്കുന്നവനാണെന്നും അതിനാൽ പ്രതാപം അത് അള്ളാഹുവിൻ്റെ അധീനതയിലാണെന്നും ഈ നാമം അറിയിക്കുകയാണ്. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇസ്സത്ത് അഖിലവും ലില്ലാഹ് അത് അള്ളാഹുവിനാകുന്നു, അള്ളാഹുവിൻ്റെ അധീനതയിലാകുന്നു. മൻ ഖാന യുരീദുൽ ഇസ്സ, വല്ലവരും ഇസ്സത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, ഇസ്സത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ അധീനതയിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. ഖുദ്സിയായ ഹദീസ്. എന്താ? അൽ കിബ്രിയാഉ റിദാഇ വൽ ഇസ്സതു ഇസാരി. അൽ കിബ്രിയാഉ റിദാഇ, മഹത്വം അത് അള്ളാഹുവിൻ്റെ ഉത്തരീയമാകുന്നു, മേൽവസ്ത്രം. വൽ ഇസ്സതു ഇസാരി, പ്രതാപം, ഇസ്സത്ത് അത് അള്ളാഹുവിൻ്റെ ഉടുമുണ്ടുമാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് ഉള്ളതാകുന്നു ഇസ്സത്ത്, അതേപോലെ അള്ളാഹുവിനുള്ളതാകുന്നു കിബ്രിയ, വലിപ്പവും മഹത്വവും. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കിബ്രിയയിനെ, മഹത്വത്തെ അള്ളാഹു ഉത്തരീയം, മേൽവസ്ത്രം അതിനോട് ഉപമിച്ചു. ഇസ്സത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസാർ, ഉടുമുണ്ട് എന്ന നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. രണ്ടും ഇതറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അവൻ്റെ അധീനതയിൽ ആകുന്നു ഇസ്സത്ത് എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ അതിന് പ്രതാപം എന്നർത്ഥം പറയും. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അതിശക്തനാണ്. ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മീതെയും എല്ലാ കഴിവുകളും അള്ളാഹുവിൻ്റെ അധീനത്തിലുമാകുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ 97 തവണ അൽ അസീസ് എന്ന നാമം വന്നപ്പോൾ അതിൽ 48 തവണ അള്ളാഹു തന്നെക്കുറിച്ച് പറയുന്നത് അൽ അസീസുൽ ഹക്കീം, അല്ലെങ്കിൽ അസീസുൻ ഹക്കീം, അസീസൻ ഹക്കീമ എന്നിങ്ങനെയാണ്. അതായത് അള്ളാഹു അസീസാണ്, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്. അപ്പോൾ അസീസ് എന്ന നാമത്തോട് ഹക്കീം എന്ന നാമം ചേർന്ന് വിശുദ്ധ ഖുർആനിൽ 48 തവണ വന്നിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു തന്നെക്കുറിച്ച് അസീസുൻ ഹക്കീം അല്ലെങ്കിൽ അൽ അസീസുൽ ഹക്കീം എന്ന് ആവർത്തിച്ച് പറഞ്ഞത്? അത് പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അതിജയിച്ച് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അവരുടെ മീതയാണ്. അതോടൊപ്പം അള്ളാഹു ഹിക്മത്തോടുകൂടി, യുക്തിയോടുകൂടി വർത്തിക്കുന്നവനുമാണ്. പലപ്പോഴും ആളുകൾ മേലേക്കിടയിൽ വന്നാൽ, സ്ഥാനങ്ങളിൽ ആരോഹിക്കപ്പെട്ടാൽ അവരുടെ പ്രവർത്തനങ്ങളും ചെയ്തികളും ഹിക്മത്തുള്ളതായി കൊള്ളുന്നില്ല. അവിവേകം പ്രവർത്തിക്കുന്നവരും അവിവേകം പറയുന്നവരുമായിരിക്കും പലരും. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, പലരും അങ്ങനെയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവരുടെയും മീതെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം പ്രതാപിയാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നിറഞ്ഞവനുമാണ്. ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധം, ചെയ്യേണ്ടിടത്ത്, എപ്പോൾ, എങ്ങനെ എല്ലാം കൃത്യമായി നിർവഹിക്കുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റേതെല്ലാം യുക്തിപൂർണമാണ്, ഹിക്മത്ത് നിറഞ്ഞതാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 13 സ്ഥലങ്ങളിൽ അൽ അസീസുർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ അസീസുൽ ഹക്കീം എന്ന് 48 സ്ഥലങ്ങളിൽ, അൽ അസീസുർ റഹീം എന്ന് 13 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എന്താ അൽ അസീസുർ റഹീം? അസീസിനോട് അർ റഹീം എന്ന പേര് ചേർത്തതിലുള്ള പൊരുളും യുക്തിയും, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഭരിക്കുന്നവനായി, പ്രതാപം മുറ്റിയവനായി, എല്ലാവർക്കും മീതെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്. അള്ളാഹു കരുണാവാരിധിയാണ്, കരുണ നൽകുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. ഇത് പടപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് സ്ഥാനം ലഭിച്ചാൽ, അവർ ആധിപത്യം കൈയാളിയാൽ, നായകത്വം ലഭിച്ചാൽ റഹ്മത്തുള്ള വർത്തനവും അതേപോലെ വർത്തമാനവും പടപ്പുകളിൽ നിന്നുണ്ടായിക്കൊള്ളുന്നില്ല. പലപ്പോഴും
ലോകം കണ്ട എത്രയോ ഭരണാധികാരികൾ അവർ ഭരണത്തേരിലേറിയതിന് ശേഷമാണ് അവരുടെ കാരുണ്യമുഖം പോയി രൗദ്രഭാവം വന്ന് അവർ മനുഷ്യന്മാരോട് കരുണ കാണിക്കാതെ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്ന ചരിത്രത്തിന് ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ട് നമുക്കറിയാം. ലോകത്തിൽ തുടരുന്ന കുറേ ആളുകളെ നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരേക്കാളും ശക്തനും പ്രതാപം മുറ്റിയവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തോടുകൂടി കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നവനുമാണ്. പടപ്പുകളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ കളിയാക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം പ്രവർത്തിക്കുന്നവർക്ക് വരെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. മനസ്സിലായി? അപ്പം അള്ളാഹു അസീസാണ്, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമുമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അൽ അസീസുൽ ഹമീദ്, അൽ അസീസുൽ അലീം, അൽ അസീസുൽ വഹാബ്, അൽ അസീസുൽ ഗഫാർ, അൽ അസീസുൽ കരീം, അൽ അസീസുൽ ജബ്ബാർ ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും പലയിടങ്ങളിൽ. എന്താ അൽ അസീസുൽ ഹമീദ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അസീസാണ്, അതോടൊപ്പം അള്ളാഹു അൽ ഹമീദാണ്. സ്തുത്യർഹമായ പ്രവൃത്തികളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ടാകുക. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ്, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരുടെയും മേൽ അതിജയിച്ചു നിൽക്കുന്നവനാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, ജ്ഞാനിയാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസ് അൽ വഹാബാണ്. അള്ളാഹു ദാനമായി അരുളുന്നവനും നൽകുന്നവനുമാണ്. ഉടമപ്പെടുത്തി എല്ലാവരുടെയും മീതെയായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഔദാര്യവാനാണ്, ദാനശീലനാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസുൽ കരീം, അതും അള്ളാഹു അത്യുദാരനാണെന്ന് അറിയിക്കുകയാണ്. മനസ്സിലല്ലേ? അപ്പോൾ അള്ളാഹു ഏറെ കഴിവുറ്റവനാണ്, പ്രതാപം മുറ്റിയവനാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം മാപ്പേകുന്നവൻ, ഔദാര്യമരുളുന്നവൻ, ദാനമായി നൽകുന്നവൻ, കരുണ ചൊരിയുന്നവൻ, ഹിക്മത്തോടു കൂടി വർത്തിക്കുന്നവൻ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകതകളാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും അവർ പ്രതാപവാന്മാരാണെന്ന് നടിച്ച് മേലേക്കിടയിലെത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് പോയിപ്പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന സ്വഭാവങ്ങളാണ് ഈ കാരുണ്യം, യുക്തിയിലുള്ള പെരുമാറ്റം, ഔദാര്യശീലം, അതേപോലെ നയത്തിൽ പെരുമാറൽ തുടങ്ങിയുള്ളതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആശയം അള്ളാഹു സുബ്ഹാനഹു വ തആല കരുത്തുറ്റവനും പ്രതാപം മുറ്റിയവനുമാണ്. എല്ലാവരുടെയും മേലെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അതിജയിച്ച് നിൽക്കുന്നവനാണ്. ഇങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുത്താണ് ഇസ്സത്ത്, പ്രതാപം. ആർക്ക് അവൻ ഇസ്സത്ത് നൽകുന്നുവോ അവർക്കാണ് ഇസ്സത്ത്, പ്രതാപം. കപടവിശ്വാസികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. വിശ്വാസികളെ വിഗണിച്ച് അവിശ്വാസികളെ മിത്രങ്ങളായി സ്വീകരിക്കുന്നവർ. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ. അവിശ്വാസികളുടെ അടുക്കലാണോ കപടന്മാർ പ്രതാപം അന്വേഷിക്കുന്നത്? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. അള്ളാഹു പറയാണ്, എങ്കിൽ മനസ്സിലാക്കിക്കോളിയും അള്ളാഹുവിൻ്റെ അധീനത്തിലാകുന്നു ഇസ്സത്ത് മുഴുവനും. അപ്പോൾ ഇസ്സത്ത് അള്ളാഹിൻ്റെ അടുക്കലാണ്. ആർക്ക് അള്ളാഹു ഇസ്സത്ത് നൽകിയോ അവർക്കാണ് ഇസ്സത്ത്. എന്നിരിക്കെ അവിശ്വാസികളുടെ അടുക്കലാണോ കപടന്മാർ ഇസ്സത്ത് അന്വേഷിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും.
വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിന് മാത്രമാകുന്ന ഇസ്സത്ത്. വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനും ഇസ്സത്തുണ്ട്. വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കും ഇസ്സത്തുണ്ട്. റസൂലിനും സത്യവിശ്വാസികൾക്കുമുള്ള ഇസ്സത്ത് അള്ളാഹുവിൻ്റെ ഇസ്സത്ത് പോലല്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ റസൂലിന് ഇസ്സത്തുണ്ട്, സത്യവിശ്വാസികൾക്കും ഇസ്സത്തുണ്ട്, പ്രതാപമുണ്ട്. പക്ഷേ ആ ഇസ്സത്ത് എങ്ങനെയുള്ള ഇസ്സത്താ? ഇസ്സത്ത് അധീനപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇസ്സത്താ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അധീനതയിലാകുന്നു പ്രതാപം. ആ പ്രതാപം ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൽ നിന്നത് ലഭിക്കുവാൻ, നേടിയെടുക്കുവാൻ ആ വ്യക്തി യോഗ്യനായിരിക്കണം. റസൂല് യോഗ്യനാണ്, അതുകൊണ്ട് അള്ളാഹു ഇസ്സത്തേകി. വിശ്വാസികൾ യോഗ്യരാണ്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇസ്സത്തേകി ഏകുന്നു. അള്ളാഹു തന്നെക്കുറിച്ച് പറഞ്ഞത് എന്താ? തുഇസ്സു മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അല്ലാഹുവേ, നീയാകുന്നു മാലിക്കുൽ മുൽക്ക്, രാജാധിരാജൻ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം അരുളുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം തട്ടിയെടുക്കുന്നു, ഊരിയെടുക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയണ തുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു, പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യതയുടെ, അപമാനത്തിൻ്റെ മേലാട അണിയിക്കുന്നു. ഇവിടെ ഇസ്സത്ത് എന്നുള്ള വിശേഷണം അള്ളാഹുവിന് അൽ അസീസ് എന്ന് നാമം സ്ഥാപിക്കുന്നു. അൽ അസീസ് എന്ന നാമം ഇസ്സത്ത് എന്നുള്ള വിശേഷണത്തെ അള്ളാഹുവിന് സ്ഥാപിക്കുന്നതോടൊപ്പം അസീസ് എന്ന നാമത്തിൻ്റെ തേട്ടമാണ് അള്ളാഹു ആകുന്നു ഇസ്സത്ത് നൽകുന്നവൻ, പ്രതാപം നൽകുന്നവൻ. അള്ളാഹു ആർക്കാണോ ഇസ്സത്ത് ഉദ്ദേശിക്കുന്നത് അവർക്കാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുക. ആർക്കാണ് അള്ളാഹുവിൻ്റെ ഇസ്സത്ത്? സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലുസ് സാലിഹു യർഫഉ. മൻ കാന യുരീദുൽ ഇസ്സ, വല്ലവരും പ്രതാപം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, ഇസ്സത്ത് മുഴുവൻ, പ്രതാപം മുഴുവൻ അള്ളാഹുവിൻ്റെ അധീനത്തിലാകുന്നു. എന്നിട്ട് അള്ളാഹു തുടർത്തി പറയുകയാണ്, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, നല്ല വചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു. വൽ അമലു സ്വാലിഹു യർഫഉ, സൽപ്രവൃത്തികളെ അള്ളാഹു ഉയർത്തുകയും ചെയ്യുന്നു. സൽവചനങ്ങളെ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുന്നു, സൽപ്രവൃത്തികൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൻ കാന യത്ലബുൽ ഇസ്സ ഫലിയത്ലുബുഹാ ബിതാഅത്തില്ലാ. ഇസ്സത്ത് ഉദ്ദേശിക്കുന്നവർ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിൽ നിന്ന് ഇസ്സത്ത് കാംക്ഷിക്കട്ടെ, തേടട്ടെ. എങ്ങനെയാണ് അള്ളാഹ്ക്ക് വഴിപ്പെടുക? അതാണ് ആയത്തിൽ പറഞ്ഞില്ലേ, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, നല്ല വചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു, അള്ളാഹു ഉയർത്തുന്നു. വൽ അമലു സാലിഹു യർഫഉ, സൽപ്രവൃത്തികൾ അള്ളാഹു ഉയർത്തുന്നു. നല്ല വചനങ്ങൾ പറയുക, നല്ലത് പ്രവർത്തിക്കുക, അള്ളാഹ്ക്ക് അങ്ങനെ വഴിപ്പെട്ടിട്ട് ഇസ്സത്തിനെ തേടട്ടെ എന്നാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്, ദുനിയാവിൽ നമുക്ക് പ്രതാപം ഉണ്ടാകണം, ദുനിയാവിൽ നമുക്ക് ധന്യതയും ഐശ്വര്യവും ഉണ്ടാകണം. ഒരിക്കലും അപമാനിതനായിട്ട്, മാനം കെട്ട്, നിന്യതയുടുത്ത്, അധിക്ഷിപ്തതയുടെ മേലാടെ അണിഞ്ഞ് ജീവിക്കാൻ ആരും ആഗ്രഹിക്കണില്ല. എങ്കിൽ പ്രതാപത്തിനുള്ള വഴി അതാണിവിടെ പറഞ്ഞു തരുന്നത്. അള്ളാഹ്ക്ക് വഴിപ്പെടുക, സൽപ്രവൃത്തികളിലൂടെ, സൽ വചനങ്ങളിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ
വജുഇല الصغار والذلة وجعل الصغار والذلة وجعل الصغار والذلة على من خالف أمري. സിഗാർ എന്ന് പറഞ്ഞാൽ എന്താ? അതേപോലെ ദുൽ എന്ന് പറഞ്ഞാൽ നിന്യത, അഭിമാനത്തിന് നേരെ എതിർ. നിന്യതയും അധിക്ഷിപ്തതയും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആർക്ക്? അലാമൻ ഖാലഫ അംരി, എൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, ധിക്കാരം പ്രവർത്തിക്കുന്നവർ, അവർക്കാകുന്നു അപമാനം നിശ്ചയിക്കപ്പെട്ടുള്ളത്, നിന്യത നിശ്ചയിക്കപ്പെട്ടുള്ളത് എന്നാണ്. പണ്ഡിതന്മാർ പറയാണ്, പ്രതാപം കാക്ഷിക്കുന്നവർ, അന്വേഷിക്കുന്നവർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കരുത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനക്കൊത്ത് അവർ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അള്ളാഹു അസീസാണ്, അവൻ ഇസ്സത്ത് അരുളുന്നവനാണ്. ആ ഇസ്സത്ത് നേടണമെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം, സൽപ്രവർത്തികളിലൂടെ, സൽവചനങ്ങളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട്. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ഇസ്സത്ത് നമ്മൾ നേടിയാൽ എന്താ നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്നൊരു പ്രാർത്ഥന? ലാ യദില്ലു മൻ വലൈത് വലാ യഇസ്സു മൻ ആദൈത്. ഖുനൂത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ലാ യദില്ലു മൻ വലൈത്, അള്ളാഹുവേ നിന്നെ സ്നേഹിച്ച് നിന്നോട് മൈത്രിയിൽ ഉള്ളവർ ഒരിക്കലും അപമാനിതരാവില്ല, നിന്യരാവില്ല. വല യഇസ്സു മൻ ആദൈത്, അള്ളാഹുവെ നിന്നോട് വൈരം വെച്ച് ശത്രുത വെച്ചവൻ ഒരിക്കലും പ്രതാപവാനും ആകൂല. അല്ലേ? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് എന്ന് തുടങ്ങി ഖുനൂത്തിൻ്റെ ലഫ്ലുകൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് പഠിപ്പിച്ചപ്പോൾ ആ ലഫ്ദിലുള്ളതാ. എന്താ? ലാ യദില്ലു മൻ വലൈത്, അള്ളാഹുവിനെ മിത്രമാക്കി അള്ളാഹുവിനെ സ്നേഹിച്ചവൻ അവനൊരിക്കലും പ്രതാപം കെട്ടവനാകൂല, നിന്യനാകൂല. വലാ യഇസ്സു മൻ ആദൈത്, അള്ളാഹുവിനോട് ശത്രുത വെച്ച് നടക്കുന്നവൻ ഒരിക്കലും പ്രതാപവാനും ആകൂല. അപ്പം പ്രതാപം കിട്ടാൻ എന്ത് വേണം? അള്ളാഹ്ക്ക് വഴിപ്പെടണം, അള്ളാഹുവെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുകയും വേണം. അള്ളാഹു പ്രതാപം അരുളിയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശ്വാസികളുമാണ്. ഇനി ഈ ഭാഗത്തിൽ നമുക്ക് ശേഷിക്കുന്നത് ചില ചരിത്രങ്ങളാണ്. എന്താണ് ചരിത്രം? അള്ളാഹു പ്രതാപമരുളിയതിൻ്റെ ചരിത്രം. ബൈത്തുൽ മഖ്ദിസ് വിജയിച്ചടക്കുവാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് പുറപ്പെട്ട ചരിത്രം ഉദ്ധരിക്കുമ്പോൾ അതിൽ കാണാം, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് മദീനയിൽ നിന്ന് മുസ്ലിമീങ്ങൾ സിറിയയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ സിറിയയിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങളുടെ ക്ഷണം അനുസരിച്ച് വരികയാണ്. കാരണം ബൈത്തുൽ മഖ്ദിസ് യുദ്ധത്തിലൂടെയല്ല, സന്ധിയിലൂടെയാണ് വിജയിക്കുന്നത്, കരാറിലൂടെയാണ് ക്രൈസ്തവരിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. അതിന് ഖലീഫ വരണം. അങ്ങനെ ഉമറിനോട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉമർ വരികയാണ്. അങ്ങനെ ഉമർ തൻ്റെ ഒട്ടകപ്പുറത്ത്, ഒരു ഭൃത്യൻ കൂടെ ഉണ്ട്. സിറിയയിലെത്താൻ നേരത്ത് നടവഴിയിൽ ആകെ വെള്ളം കെട്ടി ചളി പിളിയ, അതിലൂടെ നടന്നു വരാൻ പറ്റൂല. ഉമർ എന്ത് ചെയ്ത്? ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി തൻ്റെ ഹുഫ, പാദരക്ഷ ഊരി തൊക്കിൽ വെച്ച്, എന്നിട്ട് ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് ഉമർ ഈ വെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഖലീഫയാണ് ഈ വരുന്നത്. ഈ ഖലീഫനെ കാത്താണ് അവിടെ ക്രൈസ്തവരും ഈലിയ എന്ന് പറഞ്ഞാൽ
ജെറുസലേമിൻ്റെ പഴയ പേരാണ്. അവിടുത്തെ പുരോഹിതനും കാത്തു നിൽക്കുക. ഉമറിനെ കുറിച്ച് അവർ കേട്ടിട്ടുള്ളത് എന്താ? ഉമറിന് കേട്ടാൽ പേടിയല്ലേ. അപ്പം ഒരു കഥാപുരുഷനായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. ആ വ്യക്തിയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അവിടെയാണ്, ഫലസ്തീനിലാണ്. അമീർ അൽ മുഅ്മിനീൻ അൻത തഫ്അലു ഹാദാ, നിങ്ങൾ ഇതാ ചെയ്യണത്, ഈ ചളി കൂടി നടന്നു വരിക. പാദരക്ഷൂരി അത് ചുമലിലിട്ട് ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് ഈ വെള്ളത്തിലൂടെ നിങ്ങൾ നടന്ന് നീന്തുക. ഈ നാട്ടുകാർ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സന്തോഷിക്കുന്ന ഏർപ്പാടല്ല എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഉമറിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടപ്പോൾ അവ്വ ലം യഖുൽ ദാ ഗൈറുക അബാ ഉബൈദ, അബൂ ഉബൈദ നിങ്ങളല്ലാത്ത ഒരാളായിരുന്നു ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു, വേറെ വല്ലവരും ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉമറിന് അത് പറഞ്ഞവനൊന്ന് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അബൂ ഉബൈദ അതിന് പറ്റിയ ആളല്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക് ഇന്നാ കുന്ന അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹ് ബിൽ ഇസ്ലാം. അബൂ ഉബൈദ നമ്മൾ അധമന്മാരായിരുന്നു, നിന്ദ്യരായിരുന്നു. പക്ഷേ ഫഅഅസ്സനല്ലാഹ് ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്തേകിയത്, പ്രതാപമേകിയത്. ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്. ഫമഹ്മാ നത്ലുബുൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹ്, അല്ലാഹു നമുക്ക് പ്രതാപമേകിയ ഇസ്സത്തേകിയതിലല്ലാതെ മറ്റൊരിടത്താണ് നമ്മൾ പ്രതാപം അന്വേഷിക്കുന്നത് എങ്കിൽ അദല്ലനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അപമാനത്തിൻ്റെ മേലാട അണിയിക്കും, അപമാനം സമ്മാനിക്കും എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറയണ്ടായി. അബൂ ഉബൈദയോട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വെച്ച് പറയണ്ടായി. സഹീഹു തർഗീബിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹായി ഉദ്ധരിച്ച ചരിത്രം നോക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് നമ്മൾ അധമന്മാരായ ഒരു ഖൗമായിരുന്നു. ഉദ്ദേശിക്കുന്ന ജാഹിലിയ കാലഘട്ടമാണ്. വിഗ്രഹ പൂജകർ, സൃഷ്ടി പൂജകർ, ഷിർക്കിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും വാക്താക്കൾ, അക്രമം, മദ്യം, ചൂതാട്ടം, സാമൂഹികമായി സാമ്പത്തികമായി തികഞ്ഞ അരാജകത്വം, ഇങ്ങനെയുള്ളൊരു ഖൗമായിരുന്നു ജാഹിലിയത്തിൽ നമ്മൾ. ഇസ്ലാമിനെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്തേകിയത്. ആ ഇസ്ലാമല്ലാത്തതിൽ, ശത്രുക്കളുടെ കയ്യടിയിൽ, അതാണപ്പോൾ ഇവിടെ സാഹചര്യം. നമ്മൾ ഇസ്സത്ത് അന്വേഷിച്ചിട്ടുണ്ട് എങ്കിൽ, ഇസ്ലാമല്ലാത്തതിൽ അതിലാണ് നമ്മുടെ ഇസ്സത്തിൻ്റെ അന്വേഷണമെങ്കിൽ അള്ളാഹു നമ്മളെ അപമാനിതരാക്കും എന്ന് ഉമർ പറഞ്ഞ്, അന്ന് ഉമർ പറഞ്ഞതിൻ്റെ പുലർച്ചെയാണ് ഇന്ന് ലോകത്ത് പല മുസ്ലിം നാടുകളിലും മുസ്ലിമീങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലൂടെയാണ് ഇസ്സത്ത്. ഇസ്ലാമല്ലാത്തതിൽ മുസ്ലിമീങ്ങൾ ഇസ്സത്ത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇസ്സത്ത് നിശ്ചയിച്ചിട്ടില്ല. വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിൻ്റെ അധീനതയിലാണ് ഇസ്സത്ത് ജമീഅൻ, മുഴുവനും. ആ ഇസ്സത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ? അള്ളാഹുവിൻ്റെ അധീനതയുള്ള ഇസ്സത്ത് നേടാൻ ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ്, സൽവചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു. വൽ അമലു സ്വാലിഹു യർഫഉ, സൽപ്രവർത്തികളെ അള്ളാഹു ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന, റബ്ബിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നത് നമ്മളുടെ നല്ല ചെയ്തികളാണ്, നമ്മളുടെ സൽവചനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുസരിച്ചുള്ള നമ്മുടെ ജീവിതമാണ്. അള്ളാഹുവിന് വഴിപ്പെട്ടിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോഴാണ് നമുക്ക് പ്രതാപം. വകൈഫ സാസ റുആത്തുൽ ഇബ്ലി മംലകതൻ മാ സാസഹ ഖൈസറു മിൻ ഖബ്ല ഔശാഹു സുന്നുൽ മുസാവാത്ത് ലാ അറബുൻ വലാ അജമു മാലിംരിഇൻ ശറഫുൻ ഇല്ലാ ബിതഖ്വാഹു. വകൈഫ സാസ റുആത്തുൽ ഇബ്ലി മംലകതൻ, എങ്ങനെയാണ് ഇടയന്മാർ ഒരു രാഷ്ട്രത്തിന് നേതൃത്വം നൽകിയത്? ഇടയന്മാർ ഒരു രാഷ്ട്രത്തിന് നേതൃത്വം നൽകി എങ്ങനെ? ആ രാഷ്ട്രത്തെ കൈസറും കിസ്രിയൊന്നും ഭരിച്ചിട്ടില്ല, റോമക്കാരൊന്നും ഭരിച്ചിട്ടില്ല.
അങ്ങനെയുള്ളൊരു നാടാണ് ഇവിടെ ഈ ജസീറയിൽ ഉണ്ടായിരുന്നത്. അതിനെ ഒട്ടകത്തിൻ്റെയും ആടുകളുടെയും പിന്നാലെ നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നയിച്ച് ഭരിച്ച് ജീവിച്ചത്, ചരിത്രം കുറിച്ചത്. എങ്ങനെയാണത്? സുന്നുൽ മുസാവാത്ത്, ലാ അറബുൻ വല അജമുൻ, അറബി അനറബി വ്യത്യാസമില്ലാതെ സമത്വം കൊണ്ട്, മാലിംരിഇൻ ഷറഫുൻ ഇല്ലാ ബി തഖ്വാഹു, ഒരു മനുഷ്യനും ശ്രേഷ്ഠതയില്ല അവൻ്റെ തഖ്വ കൊണ്ടല്ലാതെ, പടച്ചോനെ പേടിക്കനുസരിച്ച് ഭയഭക്തിയുള്ള ജീവിതത്തിനനുസരിച്ചാണ് മനുഷ്യന് ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കി അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിച്ചപ്പോഴാണ് ഇടയന്മാർ രാഷ്ട്രനായകന്മാരായി, ഖുലഫാഉർ റാഷിദീങ്ങളായി, ഭരണാധികാരികളായി, ജേതാക്കളും യുദ്ധവിജയികളുമായിട്ട് ചരിത്രത്തിൽ ഇടം കണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്സത്ത് വേണോ, സത്യസന്ധമായ ഒരു തിരിച്ചുപോക്ക് ഈ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക്, റബ്ബിന് വഴിപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു ജീവിതം അതുണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത്. മദീനയുടെ ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളെ കപടവിശ്വാസിയായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും അവൻ്റെ ആളുകളും നിന്യന്മാരായി അപമാനിതരായി ചിത്രീകരിച്ചു. കപടവിശ്വാസികളായ തങ്ങളാണ് പ്രതാപവാന്മാർ എന്നവർ ഗീർവാണം മുഴക്കി. ബനുൽ മുസ്തലഖ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മുഹാജിറായ ഒരു സഹാബി ഒരു അൻസാരിയെ അടിച്ചു. ഈ സന്ദർഭത്തിൽ അൻസാരികളെ വിളിച്ച് ഈ അടികൊണ്ട അൻസാരിയായ വ്യക്തി സഹായ അഭ്യർത്ഥന നടത്തി. അപ്പം മുഹാജിറായ അടിച്ച വ്യക്തി മുഹാജിറുകളെ വിളിച്ചും സഹായ അഭ്യർത്ഥന നടത്തി. അതൊരു കോലാഹലായി, ബഹളായി. കാരണം ഒരാളെ അടിച്ചതാണ്. ഈ സന്ദർഭം കപടവിശ്വാസികൾ മുതലെടുത്ത് മുഹാജിറുകൾ ഒന്നുമില്ലാതെ പട്ടിണി പാവങ്ങളായിട്ട് മദീനയിലേക്ക് വന്നവരാണ്. അവരെ സഹായിച്ചത് അൻസാരികളാണ്. ഈ ഒരു രംഗം ചൂഷണം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ പറഞ്ഞു, ലൈ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. മദീനയിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, ബനുൽ മുസ്തലഖിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ പ്രതാപവാൻ നിന്യനെ മദീനയിൽ നിന്ന് പുറത്താക്കും എന്ന് ഗർജിച്ച്. പ്രതാപവാൻ എന്നുള്ളതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതല്ല, നിന്യൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളെയാണ്. മഅദല്ലാഹ്. ഇത് കേട്ടപ്പോൾ സഹാബികൾ ഇടപെട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വാളുകൊണ്ട് സംസാരിച്ചു, റസൂലേ എനിക്ക് വിട്ട് തരും, ഞാൻ ആ കപടൻ്റെ തല വെട്ടാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനെ തടഞ്ഞ്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ കപടവിശ്വാസി, എൻ്റെ മകൻ അബ്ദുള്ള ഉണ്ട്, മാന്യനായ സഹാബിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരൻ. വാപ്പയാണ് വടക്ക്, പക്ഷെ മകൻ തഖിയാണ്, മുത്തഖിയാണ്, നല്ല ഒരു വ്യക്തിത്വമാണ്. ഈ മകൻ വന്നിട്ട് വാപ്പനോട് പറഞ്ഞ്, വല്ലാഹി ലാ തൻഖലിബ് ഹത്താ തുഖിറ അന്നക ദലീൽ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസീസ്. വാപ്പാനോട് വന്നിട്ട് വാളൂരിയിട്ട് തന്നെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞ്, മദീനൻ്റെ അതിർത്തിയിൽ നിന്ന് മകൻ യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണല്ലോ, എന്താ വാപ്പ പറഞ്ഞത്? യുദ്ധം കഴിഞ്ഞ് ബനുൽ മുസ്തലഖിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എങ്കിൽ ആസായ പ്രതാപവാനായ ഞാൻ നിന്യനായ മുഹമ്മദിനെ മദീനയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. മകൻ എന്ത് ചെയ്ത്? മകൻ അതിർത്തിയിൽ അവിടെ പോയിട്ടുണ്ട്, മദീനൻ്റെ അതിർത്തിയിൽ പോയിട്ട് വാപ്പ വരുമ്പോൾ വാപ്പാൻ അവിടെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റൂല. ഏതുവരെ? നിങ്ങളാണ് ദലീൽ എന്ന് നിങ്ങൾ സമ്മതിക്കണം, നിന്യൻ നിങ്ങളാണെന്ന് സമ്മതിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസീസ്, റസൂലുള്ളയാണ് പ്രതാപവാൻ എന്നും നിങ്ങൾ സമ്മതിക്കണം. ആദ്യം പറഞ്ഞത് നേരെ തിരിച്ചാണ്.
ഇപ്പം മകൻ പറയിപ്പിക്കുകയാണ് വാപ്പാനോട്, ചൊല്ലിക്കുകയാണ് കെലിമ. എങ്ങനെ? നിങ്ങൾ നിന്യനാണെന്ന് വാപ്പ നിങ്ങളെ സമ്മതിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസീസ് പ്രതാപവാനാണ് എന്നും നിങ്ങൾ സമ്മതിക്കണം, എന്നിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വാപ്പ സമ്മതിച്ച് സ്വന്തം മകനാൽ ഞാൻ നിന്യനാണ് എന്ന് വാപ്പാക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു ജനസമക്ഷത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസീസ് പ്രതാപവാനാണ് എന്നും ജനസമക്ഷത്തിൽ അയാൾക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. അള്ളാഹു ഒരാൾക്ക് ഇസ്സത്തേകിയാൽ ആ ഇസ്സത്തിനെ തട്ടിമാറ്റാൻ ഒരാൾക്ക് സാധിക്കില്ല. അള്ളാഹുവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നിന്യതയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, വിധിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ഇസ്സത്ത് നേടിക്കൊടുക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അയാൾ നിന്യനാകും, അധമനാകും, അധിക്ഷിപ്തനാകും എന്നതിൻ്റെ ചരിത്രമാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതേപോലെ വേറെയും ചരിത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആലാന്റെ ചരിത്രം. ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹത്തിൻ്റെ അമ്മായിയാണ് ഖദീജ റളിയല്ലാഹു തആല, ഖദീജ ബിൻത് ഖുവൈലിദ്. അമ്മായി എന്ന് പറയുമ്പോൾ വാപ്പാൻ്റെ പെങ്ങള്. ഈ ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹം മക്കം ഫതഹിനോടനുബന്ധിച്ചാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത്? അദ്ദേഹം പറയാണ്, അദ്ദേഹം 60 വർഷം ജാഹിലിയത്തിലും 60 വർഷം ഇസ്ലാമിലും ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വർഷം ജീവിച്ചിട്ടുണ്ട്? 120 വർഷം. 120 വർഷം ജീവിച്ച ആളാണ് ഹക്കീം ഇബ്നു ഹിസാം. അതിൽ 60 വർഷം ജാഹിലിയത്തിൽ, അനിസ്ലാമികതയിൽ, 60 വർഷം ഇസ്ലാമിൽ. മക്കം ഫതഹിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തെ പ്രസവിച്ചത് കാബയിലാണ്. കാബത്തിനകത്താണ് ഇദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിച്ചത്. ഉമ്മു ഹക്കീം എന്ന ഹക്കീം ബിൻ ഹിസാമിൻ്റെ മാതാവ് ഗർഭിണിയായിരിക്കെ കാബയിൽ പ്രവേശിച്ച്. ജാഹിലിയത്തിലാണ്, ഇസ്ലാമിന് മുമ്പാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പാണ്. അങ്ങനെ അന്ന് എല്ലാവരും കാബത്തിനകത്ത് പ്രവേശിക്കും. കാരണം എന്താ? കാബത്തിനകത്തും പുറത്തും വിഗ്രഹങ്ങളാണ്, 360 വിഗ്രഹങ്ങൾ. അപ്പോൾ ഈ വിഗ്രഹ പൂജകരായ ആളുകൾ ഇതിൽ കയറി നിരങ്ങണ ഒരു കാലഘട്ടമാണ് ജാഹിലിയത്തിൽ. അന്ന് ഈ ഹക്കീം ബിൻ ഹിസാമിൻ്റെ ഉമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കെ കാബത്തിനകത്ത് കയറി. അവർക്ക് അവിടെ വെച്ച് നൊമ്പരം വന്നു. അപ്പോൾ സ്ത്രീകളെല്ലാവരും എന്ത് ചെയ്തു? ഒരു തോൽപ്പായ വിരിച്ച് അങ്ങനെ അതിനകത്ത് കാബത്തിനുള്ളിൽ ഈ ഉമ്മു ഹക്കീം പ്രസവിച്ച്. ആരെ? ഈ ഹക്കീം ഇബ്നു ഹിസാമിന്. ആ ഒരു പ്രത്യേകത ഉള്ള സഹാബി കൂടിയാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു. ഈ ഹക്കീം ബിൻ ഹിസാം അദ്ദേഹം നോക്കി, നിങ്ങൾ മക്കം ഫതഹിന് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ 60 വയസ്സായിക്കണ് മക്കം ഫതഹിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടം 13 വർഷവും, പിന്നെ മദീനയിലേക്ക് ഹിജറ വന്നിട്ട് ഹിജറയുടെ 8ലാണ് മക്കം ഫതഹ് അല്ലേ? ആ 8 വർഷവും ഇയാൾ മുസ്ലിം ആയിട്ടില്ല. പക്ഷേ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കര മതിപ്പായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി 13 വർഷം മക്കയിൽ, പിന്നെ മദീനയിലേക്ക് ഹിജറ പോയി അവിടെ 8 വർഷം. ഈ പീരീഡ്, നീണ്ട പീരീഡിലൊക്കെ 20 വർഷത്തോളം ഈ ഹക്കീം ബിൻ ഹിസാം അവിശ്വാസിയാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നാലും റസൂലുള്ളാഹിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ ഹക്കീം ബിൻ ഹിസാം ഒരിക്കലും മാർക്കറ്റിൽ പോയി, സീസണിൽ, ഹജ്ജ് സീസണിൽ അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ വ്യവസായ സീസണിൽ ഇതേ മാർക്കറ്റിൽ പോയപ്പോൾ ദീ യസീൻ എന്ന് പറയുന്ന യമനിലെ രാജാവിൻ്റെ വസ്ത്രം അത് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചത് കണ്ട്. ദീ യസീൻ എന്ന് പറഞ്ഞാൽ ഈ തുബ്ബ രാജകുടുംബത്തിലെ ഒരു ഭരണാധികാരിയാണ്. അയാളുടെ കുപ്പായം, വസ്ത്രം, പറയുന്നുണ്ടെങ്കിൽ മേലാട, അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് മാർക്കറ്റിൽ. ഹക്കീം ബിൻ ഹിസാം പറയാണ്, ഞാൻ എന്ത് ചെയ്ത് ആ മേലാട, വിയസിൻ്റെ മേലാട എന്ത് ചെയ്ത് ഞാൻ മേടിച്ച്, പൈസ കൊടുത്ത് മേടിച്ച്. എന്തിനാണ് ഞാൻ മേടിച്ചതെന്നറിയോ?
അത് മുഹമ്മദിന് സമ്മാനിക്കാനാണ് മേടിച്ചത്, റസൂലുള്ളാഹിക്ക് സമ്മാനിക്കാനാണ്. ഇയാൾ മുസ്ലിമാണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ഈ വസ്ത്രം വാങ്ങി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മദീനയിലേക്ക് സഞ്ചരിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് സഞ്ചരിച്ച്. അങ്ങനെ റസൂലുള്ളാഹിനെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ്, ഇത് നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന ഹദിയയാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന ഹദിയയാണ്, നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുശ്രിക്കിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങൂല, മുശ്രിക്കീങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങൂല. മുശ്രിക്കിൻ്റെ ഹദിയ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ അനനുവദനീയം എന്ന അർത്ഥത്തിലല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നതാണ്. മക്കയിലുള്ള മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? അവരും മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ പലായനം ചെയ്തിട്ടും പക തീരാതെ ശത്രുത കൊണ്ടടക്കുന്ന മുശ്രിക്കീങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുശ്രിക്കിൻ്റെ ഹദിയ ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിനക്കിനി എനിക്കത് തന്നേ മതിയാകൂ എന്ന്, ഞാനത് നിൻ്റെ അടുത്ത് വിലക്ക് വാങ്ങിക്കൊള്ളാം എന്നാണ്, പൈസ തരാം, എന്നിട്ട് വേണമെങ്കിൽ ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹക്കീം ബിൻ ഹിസാം പറയാണ്, ഞാനത് മുഹമ്മദിന് വിലക്ക് നൽകി. കാരണം റിയസിൻ്റെ ഡ്രസ്സാണ്. അപ്പം അയാൾ ഇത് കണ്ടപ്പോൾ ഇത് മുഹമ്മദിന് സമ്മാനിക്കണം, മുഹമ്മദ് ഇന്നൊന്ന് ഇട്ട് കാണണം എന്നാണ് അയാളുടെ ആഗ്രഹം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചാൽ മതി എന്നായി ഈ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിയ്യത്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചു, മിമ്പറിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ധരിച്ച് മിമ്പറിൽ കയറിയപ്പോൾ ഹക്കീം ഇബ്നു ഹിസാം പറയാണ്, അത്ര സുന്ദരമായ ഒരാൾ രൂപം ഞാൻ കണ്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരു രംഗമായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ റിയസീൻ്റെ ഈ വിലപിടിപ്പുള്ള വസ്ത്രം അത് ഉസാമ ഇബ്നു സെയ്ദിന് റസൂലുള്ളാഹി സമ്മാനിച്ച്. ഉസാമ ഇബ്നു സെയ്ദിന് കൊടുത്തു. ആരാ ഈ ഉസാമ ഇബ്നു സെയ്ദ്? ഉസാമ മൗലയാണ്, അടിമയാണ്. സെയ്ദ് ബിൻ ഹാരിസ അടിമയാണ്. സെയ്ദ് ബിൻ ഹാരിസയുടെ മകൻ ഉസാമക്ക് കൊടുത്തു. ഉസാമ കറുത്ത ഒരു വ്യക്തിയാണ്, വാപ്പ സെയ്ദ് വെളുത്ത വ്യക്തിയാണ്. ഉസാമ ഉമ്മൻ്റെ കളറിലാണ്. ഉമ്മു ഐമൻ എന്ന് പറയുന്ന അടിമയാണ്, ബറക്ക. അപ്പോൾ സെയ്ദ് ഉമ്മു ഐമൻ ദമ്പതികളുടെ മകനാണ് ഉസാമ. ഈ റസൂലുള്ളാഹിൻ്റെ മൗലക്ക് റസൂലുള്ള ഈ വിലപിടിപ്പുള്ള റിയസീൻ എന്ന ഭരണാധികാരിയുടെ ഉടയാട സമ്മാനിച്ചു. അങ്ങനെ ഉസാമ റളിയല്ലാഹു തആല അൻഹു ഇത് ധരിച്ച്. ഹക്കീം ബിൻ ഹിസാം ഇതാ കാണുന്നത്. അവർക്ക് പരിചയമുള്ള ഒരു ഉസാമ ഉണ്ട്, അത് അടിമക്കുട്ടിയാണ്. ആ ഉസാമ ഇത് ധരിച്ചത് കണ്ടപ്പോൾ ഹക്കീം ബിൻ ഹിസാം പറയാണ്, യാ ഉസാമ അൻത തൽബസു ഹുല്ലത റിയസിൻ, റിയസിൻ ഭരണാധികാരിയുടെ ചക്രവർത്തിയുടെ ഉടയാട നിങ്ങൾ ധരിക്കേ. അത് ധരിക്കാൻ മാത്രമൊക്കെ നിങ്ങളുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദ്യം. കാരണം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളെങ്ങനെയാണ് ആളുകളെ അളക്കുക? ആളുകളെ അടക്കുക പൈസ കൊണ്ട്, തറവാട് കൊണ്ട്, വാപ്പാനി മാനിയൊക്കെ നോക്കി ഇങ്ങനെയാണ് അളക്കുക. ഇസ്ലാമിലെ ആളളക്കൽ എങ്ങനെ? ആളളക്കൽ അയാളുടെ ദീനി നിഷ്ഠ, തഖ്വ, ഭയഭക്തി ഇതിനനുസരിച്ചാണ്. അതുകൊണ്ട് ഹക്കീം ഇബ്നു ഹിസാം പറയണ, ഉസാമ നീ ഇത് ധരിക്കേ. അപ്പോൾ ഉസാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി അതാണ്, ഒരു ഇസ്സത്തുള്ള മുസൽമാൻ്റെ മറുപടി. ഫഖാല നഅം, ഉസാമ പറയാണ്, അതെ ഞാനിത് ധരിക്കും. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലഅന ഖൈറും മിൻ റിയസിൻ, റിയസിൻ ഭരണാധികാരിയേക്കാൾ ഞാൻ ഉത്തമനാണ്. റിയസിൻ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ യമൻ കണ്ട ഒരു ഭരണാധികാരിയാണ്, അയാളേക്കാൾ ശ്രേഷ്ഠൻ ഞാനാണ്. വല അബി ഖൈറും മിൻ അബി, റിയസിൻ്റെ വാപ്പയേക്കാൾ എൻ്റെ വാപ്പ ഉത്തമനാണ് എന്ന് ഉസാമ ഹക്കീം ബിൻ ഹിസാമിനോട് പറഞ്ഞു. ഞാൻ റിയസിനേക്കാൾ ശ്രേഷ്ഠൻ, എൻ്റെ വാപ്പ റിയസിൻ്റെ വാപ്പയേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. ഹക്കീം ബിൻ ഹിസാം പറയാണ്, ഫന്തലക്തു ഇലാ മക്ക ഇലാ അഹ്ലി മക്ക ഉഅജിബുഹും ബിഖൗലി ഉസാമ,
ഞാൻ പിന്നെ മദീനത്ത് നിന്നില്ല. ഹക്കീം ബിൻ ഹിസാം പറയാണ്, ഞാൻ പിന്നെ മദീനത്ത് നിന്നില്ല, ഞാൻ മക്കത്തേക്ക് വേഗം പോയി. എന്തിന്? മക്കക്കാരോട് ഉസാമയുടെ ഈ വർത്തമാനം പറഞ്ഞിട്ട് അവരെ ആശ്ചര്യപ്പെടുത്തുവാൻ, ഈ അത്ഭുത വൃത്താന്തം മക്കക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മദീന വിട്ടുപോയി എന്നാണ് ആര് പറഞ്ഞത്? ഹക്കീം ഇബ്ൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതിൽ പിന്നെ ഹക്കീം ഇബ്ൻ ഹിസാം ഇസ്ലാം സ്വീകരിക്കണം. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മുസൽമാൻ്റെ ഇസ്സത്താണ്. ആ മുസൽമാൻ അടിമയായാലും ഉടമയായാലും ഭരണാധികാരിയാണെങ്കിലും ഭരണീയനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ഫലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനാകുന്നു ഇസ്സത്ത്. അത് അള്ളാഹുവിൻ്റെ അധീനതയിലാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിനും ഇസ്സത്തുണ്ട്, മുഅ്മിനീങ്ങൾക്കും ഇസ്സത്തുണ്ട്. റസൂലിനും മുഅ്മിനീങ്ങൾക്കും എങ്ങനെയാണ് ഇസ്സത്ത്? അള്ളാഹു ഉടമപ്പെടുത്തി അവൻ്റെ മിൽക്കുള്ള ഇസ്സത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുമ്പോൾ അരുളുമ്പോഴാണ്. മനസ്സിലായി? അങ്ങനെ ഇസ്സത്ത് അള്ളാഹു അരുളിയവരിൽ നിന്നാണ് ഇങ്ങനെ വരിക. പക്ഷേ പല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളവും എന്തുകൊണ്ടാണ് അവരുടെ ഇസ്സത്ത് അവർക്ക് ചോർന്നു പോയത്, അവർക്ക് നഷ്ടപ്പെട്ടു പോയത്? അവർ അള്ളാഹുവിൽ നിന്ന് അകന്നതുകൊണ്ടാണ്, ദീനിൽ നിന്ന് അകന്നതുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളിൽ അവർക്ക് വിരക്തി ഉണ്ടായതുകൊണ്ടാണ്. ഒരു നല്ല മടക്കം മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ കഷ്ടാണ്. ഹാറൂൺ റഷീദിൻ്റെ ചരിത്രത്തിൽ നഖ്ഫൂർ എന്ന് പറയുന്ന റോമൻ ഭരണാധികാരി ഹാറൂൺ റഷീദിനൊരു കത്ത് എഴുതിയിട്ടുണ്ട് ചരിത്രത്തിൽ. നഖ്ഫൂർ റോമൻ്റെ ഭരണാധികാരിയാണ്. ഈ നഖ്ഫൂറിന് മുമ്പ് റോമ ഭരിച്ചിരുന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണ് ഹാറൂൺ റഷീദിൻ്റെ മതിപ്പും ഗാംഭീര്യവും കണ്ടിട്ട് കുറേ സമ്മാനങ്ങളും സ്വത്തുമൊക്കെ ഹാറൂൺ റഷീദിന് കൊടുത്തൊരു ചരിത്രമുണ്ട്. ഏതായാലും നഖ്ഫൂർ അധികാരമേറ്റെടുത്തപ്പോൾ നഖ്ഫൂർ ഹാറൂൺ റഷീദിനൊരു കത്താണ്. ആ കത്തിൽ എഴുതിയത് എന്താണെന്നറിയോ? ഹാറൂൺ റഷീദിനെ ചതുരംഗം ഉണ്ടല്ലോ, ചെസ്, അതിലെ ഒരു കരുവായിട്ടാണ് ചിത്രീകരിച്ചത്. ഹാറൂൺ റഷീദ് ഒരു കരു മാത്രമാണ് അങ്ങനെ ചിത്രീകരിച്ച്. മാത്രമല്ല നഖ്ഫൂർ പറയാണ്, എൻ്റെ മുമ്പുണ്ടായിരുന്നൊരു സ്ത്രീ, പെണ്ണ്, രാജ്ഞി, അവൾ സ്വത്ത് തരാൻ കാരണം അത് പെണ്ണുങ്ങളുടെ ദുർബലതയാണ്, അവളുടെ പോരായ്മയും ഭോഷ്കുമാണ്, അതുകൊണ്ടാണ് സ്വത്ത് തന്നിട്ടുള്ളത്. നഖ്ഫൂർ പറയാണ്, അത് കത്തിലെഴുതിയാണ്, ഇതൊക്കെ കത്തിലെഴുതിയതാണ്, ഹാറൂൺ റഷീദിന് എഴുതിയ കത്താണ്. നീ ചതുരംഗത്തിൽ ഒരു കരു മാത്രമാണ്, എൻ്റെ മുമ്പുണ്ടായിരുന്ന രാജ്ഞി നിനക്ക് സ്വത്ത് തന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വത്ത് അവരുടെ ബുദ്ധിക്കുറവ് കൊണ്ടും പോരായ്മ കൊണ്ടും തന്നതാണ്, ദുർബലത കൊണ്ട്, പെണ്ണാണെന്നുള്ള ആ ദുർബലത കൊണ്ട് തന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഈ കത്ത് കൈപ്പറ്റിയാൽ ഹാറൂൺ റഷീദിനോട് പറയാണ്, തന്ന സ്വത്ത് തിരിച്ചു തന്നളാ, മാത്രമല്ല നിൻ്റെ ശരീരത്തെ അതിന് പ്രായശ്ചിത്തമായിട്ട് തരും വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഹാറൂൺ റഷീദിനോട് സ്വന്തത്തെ സമർപ്പിക്കാൻ പറയാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കുമിടയിൽ വാള് വിധി പറയും എന്ന ഭീഷണി റോമൻ രാജാവ് നഖ്ഫൂർ ഹാറൂൺ റഷീദിന് കത്തെഴുതി. ഈ ബിദായ വന്നിഹായിൽ ഇബ്നുൽ കസീർ റഹിമഹുള്ള പറയാണ്, ഈ കത്ത് വായിച്ചപ്പോൾ ഹാറൂൺ റഷീദ് വളരെയധികം കോപാകുലനായി. ഒരാൾക്കും അദ്ദേഹത്തോട് മിണ്ടാൻ കഴിയാത്ത വിധം ഹാറൂൺ റഷീദ് ക്രോധവാനായി. മനസ്സിലല്ലേ? അത്രമാത്രം അദ്ദേഹം ദേഷ്യത്തിലായി. എന്നിട്ട് ഹാറൂൺ റഷീദ് പറഞ്ഞ് ഒരെഴുത്തുകോലും മഷിയും പേപ്പറും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഹാറൂൺ റഷീദിൻ്റെ കത്ത് ആർക്ക്? നഖ്ഫൂറിന്, റോമയിലെ ഭരണാധികാരിക്കുള്ള കത്ത്. എന്താ കത്ത് എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ റഷീദിൽ നിന്നുള്ള കത്ത്. ആർക്ക്? നഖ്ഫൂർ എന്ന റോമയിലെ പട്ടിക്ക് ആണ്, കെൽബുർ റൂം, അങ്ങനെ തന്നെ എഴുതിയത്. കാഫിറത്തിൻ്റെ മകനെ, നിൻ്റെ കത്ത് ഞാൻ വായിച്ചു. അതിനുള്ള മറുപടി നീ കാണാൻ പോകുന്നതാണ്, നീ കേൾക്കാൻ പോകുന്നതല്ല. ഒരു സൈന്യം നിന്നെ തേടി വരുന്നു, ആ സൈന്യത്തിൻ്റെ ആദ്യ മെമ്പർ നിൻ്റെ അടുത്താണ് എങ്കിൽ
അതിൽ അവസാനത്തെ മെമ്പർ എൻ്റെ അടുക്കലായിരിക്കും എന്ന് പറഞ്ഞ് ഹാറൂൺ റഷീദ് സൈന്യത്തെ ഒരുക്കിയിട്ട് ഹാറൂൺ റഷീദ് പുറപ്പെട്ട് ആരടുത്തേക്ക്? ഈ നഖ്ഫൂർ എന്ന റോമൻ രാജാവിൻ്റെ അടുക്കലേക്ക് ഒരു സൈന്യമായിട്ടാണ് ചെന്നു. മനസ്സിലായില്ലേ? റോമയിൽ നിന്ന് അവനെ തുരത്തി. പക്ഷേ ഹാറൂൺ റഷീദിനോട് അയാൾ ക്ഷമാപണം നടത്തി. പിന്നീട് ഹാറൂൺ റഷീദിന് നികുതി നൽകാം എന്ന വ്യവസ്ഥയിൽ തന്നെ ജീവിക്കാൻ വിടണമെന്ന അപേക്ഷ നൽകി ഹാറൂൺ റഷീദ് അയാളെ ജീവിക്കാൻ വിടുകയാണ് ചെയ്തത്. പക്ഷേ ഹാറൂൺ റഷീദിന് ഈ നഖ്ഫൂറിൻ്റെ നികുതി വർഷാവർഷം വന്നിരുന്നു എന്നതാണ് ചരിത്രം. ഇതെന്തുകൊണ്ടാ? ഇതാണ് ഒരു മുസൽമാൻ്റെ ഇസ്സത്ത്. ആ ഇസ്സത്ത് മുസ്ലിമീങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ അവർക്ക് പോയതും നഷ്ടപ്പെട്ടതുമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളുടെ ചെണ്ടയായി മാറിയതിന് പിന്നിലുള്ളത് എന്നുള്ളത് ഖേദകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും സഹായിക്കുമാറാവട്ടെ. ഇമാം ആമിർ ഷാബി പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു ദിറത്ത് ഉണ്ടായിരുന്നു. ദിറത്ത് എന്ന് പറഞ്ഞാൽ ഒരു വടി. ഉമർ ആ ദിറത്ത് കൊണ്ടാണ് സംസാരിക്കുക പലപ്പോഴും. ആ വടി, അതിനെക്കുറിച്ച് ആമിർ ഷാബി പറയാണ്, ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ കയ്യിലുള്ള വാളിനേക്കാൾ ഞങ്ങൾക്ക് പേടി ഉമറിൻ്റെ കയ്യിലുള്ള ആ ദിറത്തിനോടായിരുന്നു, ആ വടിയോടായിരുന്നു. എന്നിട്ട് പറയാണ്, ഖൂസിസ്ഥാൻ എന്ന നാട്ടിൻ്റെ ഭരണാധികാരിയെ മുസ്ലിമീങ്ങൾ ആ നാടിനെ യുദ്ധം ചെയ്തപ്പോൾ ഭരണാധികാരി ഹുർമുസാനെ പിടിച്ചുകൊണ്ടെന്ന്. ഖൂസിസ്ഥാൻ എന്ന നാടിൻ്റെ ഭരണാധികാരിയാണ് ആര്? ഹുർമുസാൻ. അങ്ങനെ ഹുർമുസാനെ ബന്ദിയാക്കിയിട്ട്, രാജാവിനെ ബന്ദിയാക്കിയിട്ട് മദീനയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബന്ദിയെ, രാജാവിനെ ആളുകൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ഉമർ എവിടെ? പെരി പോയി നോക്കിയപ്പോൾ അവിടെ അല്ല. മദീനത്ത് തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ ഹുർമുസാനെ ബന്ദിനെ കൊണ്ടുവരികയാണ് ആരത്തേക്ക്? ഉമറിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ ഉമർ എവിടെയുള്ളത് അറിയോ? ഉമർ ഉള്ളത് പള്ളിയിലാണ്. പള്ളിയിൽ കിടക്കുകയാണ്. തലയിണ എന്താണെന്നറിയോ? ഉമറിൻ്റെ വടിയാണ്, ദിറത്താണ്. ഉമർ കൂടെ കൊണ്ടുനടക്കുന്ന വടി ഉണ്ടല്ലോ, അത് തലക്ക് വെച്ചിട്ട് പള്ളിയിൽ നിലത്ത് കിടന്നുറങ്ങാണ് ഉമർ. അങ്ങനെ ഹുർമുസാനെ കൊണ്ടുവന്നിട്ട് പറയാണ്, ഇതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ. ഹുർമുസാൻ പറയണ, ഹാദാ ഹുവൽ മലിക്, ഇതാണ് രാജാവ്, ഇതാ രാജാവ്. ഹുർമുസാൻ പറയാണ്, വല്ലാഹി ഇന്നി ഖദംതു അർബഅത മിനൽ മുലൂക്കിൽ അഖാസിറ അസ്ഹാബു തീജാൻ. കിരീടം വെച്ച 4 കിസ്ര രാജാക്കന്മാർക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഹുർമുസാൻ പറയാണ്, കിരീടം വെച്ച 4 കിസ്ര രാജാക്കന്മാർക്ക് ഞാൻ സേവകനായിരുന്നു. പക്ഷേ ഈ വടി തലക്ക് വെച്ച് കിടക്കുന്ന ഈ രാജാവിനെ ഞാൻ ഭയക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും അവരെ ആരെയും ഭയന്നിട്ടില്ല എന്നാണ് ഹുർമുസാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഉമർ നിലത്ത് കിടക്കുകയാണ്, തലയിണ വടിയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങളെ രാജാവ് ഇതാണ് മുസ്ലിമീങ്ങൾ. അത് പറയാണ്, 4 രാജാക്കന്മാരുടെ സേവന പാരമ്പര്യം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഈ വ്യക്തിയെ ഭയക്കുന്നത് പോലെ ഒരിക്കലും അവരെയൊന്നും ഭയന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ മനസ്സിൽ ഉമറിനെ കുറിച്ചുണ്ടാക്കിയ ഭീതി എന്താ? അതാണ് ഇസ്സത്ത്, അള്ളാഹു നൽകിയ ഇസ്സത്ത്. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, യാ മൻ റഅ ഉമറ തക്സുഹു ബുർദതുഹു വസൈതു ഉദ്മുല്ലഹു വൽകൂഖ് മഅവാഹു യഹ്തസു കിസ്റ അലാ കുർസിയിഹി ഫറഖ മിൻ ബഅസിഹി വമുലൂകുർ റൂമി തഖ്ഷാഹു. യാ മൻ റഅ ഉമറ, ഉമറിനെ നോക്കുന്ന മനുഷ്യ, തക്സുഹു ബുർദതുഹു, ഉമറിൻ്റെ കിസ്വ വസ്ത്രം ഉമറിൻ്റെ പുതപ്പാണ്. വസൈതു ഉദ്മുല്ലഹു, ഭക്ഷണത്തിൽ കൂട്ടാൻ ഉമറിന് സെയ്ത്താണ്, എണ്ണയാണ്. വൽകൂഖ് മഅവാഹു, ഉമർ അന്തി ഉറങ്ങുന്നത് കൂഖിലാണ്, ചെറ്റക്കുടിലാണ്.
പക്ഷേ യഹ്തസു കിസ്റ അലാ കുർസിയിഹി ഫറഖ, കിസ്റയിലെ രാജാവ് തൻ്റെ ഇരിപ്പിടത്തിൽ സിംഹാസനത്തിൽ ഉമറിനെ കുറിച്ച് ആലോചിച്ച് വിറക്കുകയാണ്. വ മുലൂക്കുർ റൂമി തഖ്ഷാഹു, റോമയിലെ ഭരണാധികാരികളും ഉമറിനെ ഭയക്കുന്നു എന്ന് കവി പറഞ്ഞ്. ആ പേടിയും ഭീതിയും ശത്രുവിൻ്റെ കൽബിൽ ഉമറിൻ്റെ വിഷയത്തിൽ വരാൻ കാരണം അത് ഉമറിൻ്റെ ഇസ്സത്താണ്. ആ ഇസ്സത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മിൽക്കാക്കിയ അള്ളാഹുവിൻ്റെ അധീനതയിലുള്ള ഇസ്സത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നു. തുഇസ്സു മൻ തശാ, അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപവാനാക്കുന്നു എന്നുള്ളതാണ്. ബദർ യുദ്ധത്തിൽ ഇബ്ന അഫ്രായിൻ്റെ 2 മക്കൾ മുഅവ്വദും മുആദും അബൂജഹലിനെ വെട്ടി. അബൂജഹൽ വീണ്, പണി തീർന്നിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നു. അബൂജഹലിൻ്റെ നെഞ്ഞത്ത് അവിടെ കയറിയിരുന്ന്. അപ്പോൾ അബൂജഹൽ പറയാണ്, ഇടയൻ, ആട്ടിടയൻ, കാരണം അബൂജഹലിനെ അറിയാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇടയനായിരുന്നു, സാധുവായിരുന്നു. ആട്ടിടയ, വല്ലാത്ത ഒരു സ്ഥലത്താണ് നീ കയറിയിരുന്നിട്ടുള്ളത് എന്ന്. അത് കേട്ടപ്പോൾ ഇടയൻ എന്താ ചെയ്തത്, ഇബ്നു മസ്ഊദ് എന്താ ചെയ്തത്? അബൂജഹലിൻ്റെ ശിരസ് വെട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടാണ് സമർപ്പിച്ച്. മനസ്സിലായില്ലേ? ഈ ഇടയന് ഈ ഒരു ഇസ്സത്ത്, അത് അള്ളാഹു മിൽക്കാക്കിയ ഇസ്സത്ത്, അത് അള്ളാഹു അരുളിയതാണ്. ഈ സത്യദീനിലേക്കുള്ള സത്യസന്ധമായ ഒരു മടക്കം നമുക്കുണ്ടായാലല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ഇസ്സത്ത് അതിന് നമ്മൾ പാത്രീഭൂതരാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ മനസ്സിൻ്റെ നീയത്തുകൾ ഇതെല്ലാം സത്യസന്ധമാവുകയും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു സൃഷ്ട ജീവിതം അത് മുസ്ലിമീങ്ങൾക്കുണ്ടാവുകയും ചെയ്യണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അള്ളാഹുവിൻ്റെ അസീസ് എന്ന നാമം വെച്ചുള്ള ദുആവുകൾ നമുക്ക് ധാരാളം കാണാം. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയായി വന്ന റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ പേരുള്ള വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു ദുആയാണത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അള്ളാഹുവിനോട് നടത്തിയ ദുആയിൽ കാണാം, റബ്ബന ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് നടത്തിയ ദുആ, ഇൻ തുഅസിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇതേപോലെ അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് വിശ്വാസികളുടെ വിഷയത്തിൽ നടത്തിയ ദുആയിൽ കാണാം, റബ്ബന വഅദ്ഖിൽഹും ജന്നാതി അദിൻ അല്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ദുആകളിലൊക്കെ അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ടുള്ളതായ ദുആയാണ്. ഇതിൽ അവസാനത്തെ ദുആ അർശിനെ വഹിച്ച മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നടത്തുന്ന ദുആയാണ്, റബ്ബന വഅദ്ഖിൽഹും, അള്ളാഹു നീ അവരെ പ്രവേശിപ്പിക്കണമേ ജന്നാതി ആദിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗീയ തോട്ടങ്ങളിൽ, അല്ലതി വഅദ്തഹും, ആ സ്വർഗമാണ് നീ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, വിശ്വാസികൾ സാലിഹീങ്ങളായ അവരുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്തതികൾ, അവരെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് മലക്കുകൾ, അർശിനെ വഹിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നത് ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ വല്ല വേദനയോ മറ്റോ കാരണത്താൽ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ചൊല്ലാറുള്ള ഒരു ദുആ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ഇരക്കാറുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ വല്ല വേദനയോ പ്രയാസമോ ഉണ്ടായാൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ അൽ അസീസുൽ ഗഫാർ. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആരാധനക്കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരും. അൽ വാഹിദുൽ ഖഹാർ, അവൻ ഏകനാണ്, അവനെല്ലാം കീഴ്പ്പെടുത്തി അതിജയിച്ച് നിൽക്കുന്നവനാണ്. റബ്ബ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. വമാ ബൈനഹുമ, അവർക്കിടയിലുള്ളതിൻ്റെയും. അൽ അസീസുൽ ഗഫാർ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പ്രതാപം മുറ്റി എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനുമായ അള്ളാഹു ആകുന്നു. അപ്പോൾ ഈ അൽ അസീസ് എന്ന നാമം വന്ന ധാരാളം ദുആവുകൾ വിശുദ്ധ ഖുർആനിലും
ഇതേപോലെ തിരുസുന്നത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും അള്ളാഹുവിൻ്റെ അൽ അസീസ് എന്ന നാമം, അതിൻ്റെ അർത്ഥവും അതിൻ്റെ തേട്ടവും അതുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമത്തെക്കുറിച്ചുള്ള അവതരണം അടുത്ത ആഴ്ചയിലെ ഈ ക്ലാസ്സിൽ. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ അധീനപ്പെടുത്തിയ ഇസ്സത്ത് നമ്മളിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് അവതരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള പ്രതാപം നമ്മളിൽ കനിയുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد أمنها ورخاءها. اللهم احفظ لهذه البلاد عقيدتها وقيادتها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.